ഇന്നൊരു ആങ്കർ വെസസ് ആങ്കർ ആണ്. തേപ്പിനെ പറ്റി എന്താ അഭിപ്രായം? തേപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അത് അങ്ങോട്ട് കൊടുക്കാൻ നല്ല രസമാണ്, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അതൊരു വേദനയാണ്. ഞാൻ പക്ഷെ എത്ര തേച്ചാലും കുറച്ചൊക്കെ കരഞ്ഞു പിന്നെ പോയി ഭക്ഷണം കഴിച്ചാൽ കോഴിത്തരം കാണിക്കുന്ന ആമ്പിളാരുടെ പേര് വിഷ്ണു. അതിനിപ്പോ വിഷ്ണു അഖില് രണ്ടും കണക്കാണ്. ബിൻഷയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബിൻഷയുടെ ബിൻഷ അടിപൊളിയാണ്. അതായത് സമയത്ത് നമ്മൾ വിചാരിക്കും ഇതെല്ലാം നടക്കും, നമ്മൾ ഈ പഠിച്ചു ഇറങ്ങി നമുക്ക് ജോലി കിട്ടും. ഒരു എഞ്ചിനീയറിന് 1000 രൂപയാണോ ശമ്പളം കൊടുക്കുന്നത്? എന്റെയൊക്കെ കിളി പോയ നിമിഷമാണ്. ഷർട്ടില് കിങ് ഉണ്ട്, കയ്യിൽ ടാറ്റു, മൊബൈൽ കവർ കിങ്. ശരിക്കും നേരത്തെ പറഞ്ഞു കിങ് ആയിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ആ കിങ് ആയി വരാനുള്ള ഒരു കഷ്ടപ്പാടില്ലേ, ശരിക്കും അതെന്തായിരുന്നു ആ ഒരു കഷ്ടപ്പാട്? അതിലൊരു തിരുത്തുണ്ട്. അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ കിങ്, മറ്റുള്ളവരുടെ മുമ്പിൽ കിങ് ആവോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, അല്ലേ? നമുക്കത് ആരെയും നിർബന്ധിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇപ്പം ഇത് ഓഫ്കോഴ്സ് എനിക്ക് ലയൺ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ കയ്യിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന ഒരു സാധനമേ ഉള്ളൂ, അത് ടാറ്റുവാ, അല്ലേ? ഇത് നമ്മുടെ കൂടെ അങ്ങ് പോവും. അതിപ്പോ കത്തിക്കുകയാണെങ്കിൽ കത്തിക്കുക, അല്ലെ കുഴിച്ചിടുവാണെങ്കിൽ ഇത് നമ്മുടെ കൂടെ കാണും. അപ്പൊ എനിക്ക് എന്റെ ലൈഫ് ലോങ് എന്റെ കയ്യിൽ അല്ലെ എന്റെ ശരീരത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സാധനമാണ് ഒരു ലയൺ, ഒരു ക്രൗൺ, സ്റ്റാർ, ഓഫ് കോഴ്സ് ബ്ലോക്ക് സ്റ്റാർ ആയതുകൊണ്ട് ഒരു സ്റ്റാർ. പിന്നെ പൗച്ചും ഇങ്ങനെ സ്വൈപ്പ് അപ്പ് ചെയ്ത് ഒരു സ്കിൻ വേണോന്ന് നോക്കിയപ്പോ പെട്ടെന്നാണ് ഇത് കണ്ടത്. ആദ്യം അതേ വരത്തുള്ളൂ, അപ്പൊ ഇത് എടുക്കാന്ന് വിചാരിക്കും, മനസ്സിലായി? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കാട്ടിലെ രാജാവ് സിംഹമാണ്. കുട്ടിക്കാലം തൊട്ട് സിംഹത്തിന് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ലയണിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ ലയൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു, ഇപ്പൊ നമ്മൾ സൂയി പോവുക, അവിടെ കുരങ്ങനുണ്ട്, കടുവയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയങ്കര ഇത് എന്താ പറയാ ഭയങ്കര നോക്കി നിൽക്കുന്നത് ലയനെയാണ്, അല്ലേ? അതാണ് ആ ഒരു ഗാംഭീരവും അന്ന് ആളിങ്ങനെ നിന്ന് ആളൊന്ന് അതുപോലെ ആയിരിക്കണം. സിംഹത്തെ കണ്ടിട്ടുണ്ടോ? സിംഹത്തെ സൂയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏതോ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നേരിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള എന്തോ ഒരു അവസരം ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷെ അത് സിംഹം ഇല്ലെന്ന് തോന്നുന്നല്ലേ? എല്ലാ സൂലും സിംഹവും ഇല്ലല്ലോ. കണ്ടിട്ടില്ലേ? ഇല്ല, സിംഹത്തിനെ സീരിയസ് ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഒന്ന് വരെ പോയാലോ? ഇത് കണ്ടപ്പോ ഇല്ലേ ഇങ്ങനെ സിംഹത്തിന്റെ അവര് കാണാനൊരു കുട്ടിക്കാലം തൊട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സിംഹം ഒന്നും പോരാ, ഓഫ് കോഴ്സ് പോരാ. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഏറ്റവും കൂടുതൽ സിംഹമുള്ള രാജ്യം ഏതാ? ഓസ്ട്രേലിയ ആണോ? അങ്ങനെ അല്ല, അങ്ങനെ എന്തോ ഉണ്ടല്ലോ, അല്ലടാ? അമേരിക്ക, സൗത്ത് ആഫ്രിക്ക ആണോ? അങ്ങനെ എന്തോ ഒരു രാജ്യമാണ്. അതായത് ഏറ്റവും ഭംഗിയുള്ള സിംഹം നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ ഏതൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, മുഫാസയോ ലയന്റെ, അതെ ആ സിനിമയിലൊക്കെ സിംഹം കാണാം, ഭയങ്കര രസോ ഭംഗിയാ കാണാൻ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സൂയിലെ സിംഹമൊക്കെ ഭയങ്കര ശോഷിച്ച് വയസ്സായി, ഭക്ഷണം കിട്ടുന്നുണ്ട്, ഒരു ഒരു ഇത് വരുന്നില്ല, പവർ കിങ് ആണെന്ന് തോന്നുന്നില്ല നമുക്ക്, മനസ്സിലായി? എന്നാലും ഒരു രസമാണ്. പക്ഷെ കടുവയൊക്കെ നല്ല കേട്ടോ നമ്മുടെ സൂവിന്. പറഞ്ഞു സൂയി പോയി. ഇങ്ങോട്ട് വരാം. അവ ശരിക്കും ഒരുപാട് വീണിട്ടാണ് ശരിക്കും ഈ ഒരു നിലയിൽ എത്തിയത്. ആ ഒരു ജേണി എങ്ങനെ? 2024 ഒരു കഥ കേട്ടിട്ടാണ് ലൈഫ് മാറുന്നതെന്ന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് ആ കഥ? ഒന്ന് അതെല്ലാരും കുറച്ചുപേര് കേട്ടിട്ടുണ്ടാവും, എന്നാലും അറിയാത്തവർക്കായിട്ട്. പലർക്കും അറിയത്തില്ല. ബേസിക്കലി ഞാനൊരു എഞ്ചിനീയറാണ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ് ഞാൻ, അതായത് ഡിഗ്രി ഹോൾഡറാണ്. അപ്പം എല്ലാരെയും പോലെ തന്നെ ഞാൻ ആ ഒരു സ്റ്റേജിൽ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു മിഡിൽ ഫാമിലിയിൽ പയ്യനാണ്. അതായത് നമുക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകും എന്നുള്ളതേ ഉള്ളൂ. പാരൻസിന് നമ്മളെ പഠിപ്പിക്കണം എന്നുള്ളൊരു മോട്ടീവായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ. പഠിച്ച് നല്ലൊരു ജോലി കിട്ടി സമ്പാദിച്ച് നല്ല കാശുണ്ടാക്കിയിട്ട് അച്ഛനും അമ്മയൊക്കെ പൊന്നുപോലെ നോക്കണം, നമുക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിൽ അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളാണ്. അപ്പം നമ്മൾ ഈ പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതെല്ലാം നടക്കും, നമ്മൾ ഈ പഠിച്ചു ഇറങ്ങിയാൽ നമുക്ക് ജോലി കിട്ടും എന്ന് വിചാരിക്കും. എന്നാൽ ഇന്ന് ശരാശരി പഠിച്ചിറങ്ങുന്ന ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ ജോലി കിട്ടുന്നില്ല. എന്നാൽ ജോലി കിട്ടിയാൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു എഞ്ചിനീയറാണ്, ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറാണ്. എത്ര രൂപ മുടക്കിയിട്ടാണ് ഞാൻ പഠിച്ചിറങ്ങുന്നത്. ആദ്യമായിട്ടൊരു കമ്പനിയിൽ ഒരു പ്രപ്പോസൽ എനിക്ക് വന്നത് 8000 രൂപയ്ക്കാണ്. 8000 രൂപ ഒരു എഞ്ചിനീയറിന് 8000 രൂപയാണോ ശമ്പളം കൊടുക്കേണ്ടത്? എന്റെയൊക്കെ കിളി പോയ നിമിഷമാണത് ലൈഫിൽ. എൻ്റെ പപ്പയൊക്കെ ഇങ്ങനെ അത് കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന്, കാരണം പുള്ളി ഇത്രയും വർഷം പഠിപ്പിച്ചത് എൻ്റെ മോന് 8000 രൂപ ശമ്പളം കിട്ടാനല്ല. അപ്പോൾ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കാര്യമില്ല, ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ പോകേണ്ടി വരും, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥാപനം അതിനനുസരിച്ച് വളർച്ചയുള്ള സ്ഥാപനമായിരിക്കണം, ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്കും വളർച്ച ഉണ്ടാവും. അതുപോലെ ഇന്ന് ആരാണ് നമ്മളെ
അങ്ങനെ അങ്ങനെയില്ല. വളരെ കുറവാണ്. അതൊക്കെ ഭാഗ്യമാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ തുടക്കമേ കയറി പറ്റുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ്. ആ ഒരു ടൈമിലാണ് എൻ്റെ ഡ്രീംസ് ഭയങ്കര വലുതാണ്. ഞാൻ പഠിക്കുന്ന സമയത്തെ എനിക്ക് ജാഗോർ എടുക്കണം, ബെൻസ് എടുക്കണം. അല്ല ഇപ്പൊ പറയണ തള്ളി മറിക്കെന്ന് പറയാം. ഏത് ക്ലാസ് മുതലേ അങ്ങനെ ഒരു മോഹം ചെറുതിലേ മുതലേ ഇങ്ങനെ ബെൻസ് ഒക്കെ പാർക്ക് ചെയ്ത് കാണുമ്പോൾ ബെൻസ് ഒക്കെ പെട്ടെന്ന് കണ്ണിൽ ഇങ്ങനെ ഇതാവും. പിന്നെ ജാഗോർ എന്ന് പറഞ്ഞ വണ്ടി ഇത് എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാഗോർ. അപ്പൊ ഇപ്പോഴും എൻ്റെ അൾട്ടിമേറ്റ് ഒരു ഡ്രീമാണ് ജാഗോർ എടുക്കണം എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇപ്പം കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പം പിന്നെ ചില കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വന്ന് ഒരാൾ ആഹാരം ചോദിക്കുമ്പം ആ നിമിഷം നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പറ്റാത്തൊരവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഇന്ന് എല്ലാവരും പറയുന്നു വ്ളോഗ് സ്റ്റാറിനെ കാണുമ്പോൾ ഒരാൾ ആഹാരം ചോദിച്ചാൽ ഒരാൾ സഹായം ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റാത്ത ഒരു ലൈഫ് ടൈം ഉണ്ടായിരുന്നു എനിക്ക് ചിലപ്പോൾ ഒരു 150 രൂപയ്ക്ക് ബിരിയാണി മേടിച്ച ഒരാൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു ലൈഫ് ടൈം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇവിടെ അപ്പൊ അതാണ് ഇതെല്ലാം നമ്മളെ കൊണ്ട് പറ്റണം. നമ്മുടെ ഡ്രീംസ് എല്ലാം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ പറ്റണം. പ്ലസ് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് ആയിട്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റണം. അപ്പം ഇതൊന്നും ഞാൻ അന്ന് ചെയ്തിരുന്ന കാര്യം കൊണ്ട് നടക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പായ സമയത്താണ് എന്റെ ജോബ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. കുറച്ച് മാസേ ജോലി ചെയ്തുള്ളൂ അല്ലേ? ഇയറൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടു സത്യം. കാരണം എനിക്ക് സത്യം പറയാലോ, ഞാൻ തിരിഞ്ഞു നോക്കുന്ന ഒരാളെ അല്ല. പാസ്റ്റിനെ പറ്റി ഞാൻ ബോദർ ചെയ്യാറില്ല. പാസ്റ്റ് എന്തുവാണെന്നല്ല, പ്രസന്റിൽ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് എന്താണ്, ഇത് മാത്രമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഏത് ഇയറാന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ, സത്യമായിട്ടും അറിയത്തില്ല. ഏകദേശം ഒക്കെ പറയാനാണെങ്കിൽ 2015 ആണെന്ന് തോന്നുന്നു. 2015 അതെ, അറിയത്ത് പറഞ്ഞു ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു ഞാൻ പാസ് ഔട്ട് ആയത്. 8000 രൂപക്ക് കുറച്ച് നാൾ വർക്ക് ചെയ്തു. 8000 അല്ല, ആ ജോബ് ഞാൻ കമ്മിറ്റ് ചെയ്തില്ല. ഞാൻ പിന്നെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, പിന്നെയും കൊച്ചിയിൽ പോയി ഒരു ട്രെയിനിങ് ഒക്കെ എടുത്തു. അതിനുശേഷം എനിക്ക് വിപ്രോയിൽ നിന്നൊരു ഇന്റർവ്യൂ വന്നിട്ട് അത് അറ്റൻഡ് ചെയ്തിട്ട് കൊല്ലത്ത് ESI ഹോസ്പിറ്റൽ ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അവിടുത്തെ നെറ്റ്വർക്ക് മൊത്തം ഡീൽ ചെയ്യുന്നത് വിപ്രോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പൊ ആ കമ്പനിയുടെ ക്ലയന്റ് ആയിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു ഒരു 8 മാസം. അപ്പൊ അത് അത്യാവശ്യം ഒരു സാലറി. അന്നേരം എത്ര ശമ്പളം ഉണ്ടായിരുന്നത് പറയാൻ ഒരു പറയണോ? ഈ ഒരു ജേണി പറയുമ്പോൾ ഒരു 10-20,000 രൂപ ആ ഒരു റേഞ്ച്. 20,000 രൂപക്കാണ് ജോലി അതെ ജോലി ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അത് നമ്മൾ ഒന്ന് കുഴപ്പമില്ല, നമ്മൾ ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 മാസം ജോലി ചെയ്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഒന്നും വളരാൻ പോകുന്നില്ലെന്ന്. ഒരു മന്തിന്റെ എന്ന് പറഞ്ഞാൽ ഒരു 10-20 ദിവസം കഴിയുമ്പോൾ നമ്മൾ ബ്രോക്കാ, ഒന്നും ഇല്ല കയ്യിൽ, അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാവില്ല. അടുത്ത 10 ദിവസം തള്ളി നീക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ലൈഫിൽ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് ഇനി എങ്ങനെയാണ് എൻ്റെ അമ്മയെ കൊണ്ടുപോകണം, ഒരു കടയെ കൊണ്ട് കയറ്റണം, അമ്മ പ്രൈസ് ടാഗ് നോക്കണ്ട, ഇഷ്ടമുള്ള എല്ലാം എടുത്തോ, പപ്പയെ കൊണ്ടുപോകണം, പപ്പ വണ്ടി പൊക്ക്, ബെൻസ്. അതൊക്കെ ഒരു ബോയ്, ഒരു മിഡ് ഫാമിലി ബോയുടെ ഏറ്റവും വലിയ ഡ്രീംസ് അതൊക്കെ. അതൊക്കെ ഇനി എന്ത് നടക്കും എന്ന് ആലോചിച്ച സമയത്താണ് എന്തടുത്ത ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ തിങ്ക് ചെയ്യുന്ന സമയത്താണ് അൾട്ടിമേറ്റ്ലി നമുക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സാണ് ഏറ്റവും നല്ലൊരു മാർഗം. അങ്ങനെയാണ് ഞാൻ എൻ്റെ 24ാമത്തെ വയസ്സിൽ ജോബ് റിസൈൻ ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ മാർക്കറ്റിംഗ് പഠിക്കണം, സെയിൽസ് പഠിക്കണം. അങ്ങനെ ഒരു 4-5 വർഷം ഞാൻ മൊത്തത്തിൽ മാർക്കറ്റിംഗ്, സെയിൽസ് ആ ഒരു മേഖലയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, ആ ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ശരിക്കും ആ ഇൻഡസ്ട്രിയാണ് എന്നെ ഇന്ന് ഞാൻ ഇത്ര സംസാരിക്കുന്നില്ല, ഈ സംസാരിക്കാൻ എന്നെ ഇത്രയും കേപ്പബിൾ ആക്കിയത് ആ ഇൻഡസ്ട്രിയിൽ. ലൈഫിൽ പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും സെയിൽസ് പഠിച്ചിരിക്കണം, കച്ചവടം ചെയ്യാൻ പഠിച്ചിരിക്കണം. കച്ചവടം ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് എപ്പോഴത്തെയും നമുക്ക് നിലനിൽക്കാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും വേണം. അത്യാവശ്യം സംസാരിച്ച് കൺവേ ചെയ്യാനുള്ള കഴിവ് നമുക്ക് വേണം. അപ്പൊ ഞാൻ അങ്ങനെ എന്താ പറയാ, ഒരു 5 വർഷത്തോളം ആ മേഖലയിലായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ നാട്ടിൽ വലിയ വലിയ ദുരന്തങ്ങൾ വരുന്നത്. അത്യാവശ്യം ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിളായി എൻ്റെ കല്യാണം ഒക്കെ ആയി. 2019. അന്ന് വയസ്സ് ഞാൻ പറയില്ല. ആൺകുട്ടികളോട് വയസ്സും വരുമാനവും ചോദിക്കാൻ പാടില്ല. പെൺകുട്ടികളോട് വയസ്സും ആൺകുട്ടികളോട് വരുമാനവും അല്ലേ? അല്ല, ഇത് രണ്ടും ഞങ്ങൾ ആൺകുട്ടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. വയസ്സ് ഇപ്പോഴും നല്ല ചുള്ളനാണ്. അതെ, ആവട്ടെ. ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഒരു 50 വയസ്സായാലും നമ്മൾ ചെറുതായിട്ടിരിക്കണം, മനസ്സിലായോ? നാളെ എൻ്റെ മോള് എന്നെ അത്ര ആവുമ്പോ തന്നെ ഞങ്ങള് പോകുമ്പം ബ്രദർ അങ്ങനെയുള്ളവരുണ്ടല്ലോ, അതുപോലെ ഇരിക്കാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കത്തില്ലേ?
അപ്പം ശരിക്കും അന്നേരമാണ് കല്യാണമൊക്കെ വന്ന് 5 വർഷം ബിസിനസ് ചെയ്ത് കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റേബിൾ ആണ്. അപ്പം ബിസിനസ് ഒക്കെ ചെയ്ത് അത്യാവശ്യം സ്റ്റേബിൾ ആണ്. നല്ല രീതിയിലാണ് കല്യാണമൊക്കെ നടത്തി. ബിക്കോസ് എൻ്റെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അത് ചിലപ്പോൾ അറിയത്തില്ലേ, അറിയില്ല. എൻ്റെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ഭയങ്കര ഒരു വലിയ ഫൈറ്റിന് ശേഷമൊക്കെയാണ് എൻ്റെ കല്യാണം. പിന്നെ 2 ഫാമിലീസിന്റെ സമ്മതത്തോടു കൂടിയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ഗ്രാൻഡ് ആയിട്ട് കല്യാണമൊക്കെ നടന്നു. പക്ഷെ അതിനുശേഷമാണ് നമ്മുടെ നാട്ടിൽ കോവിഡ് ആദ്യത്തെ പ്രളയം വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചായിരുന്നു. അതായത് മൊത്തത്തിൽ എല്ലാ ഇൻഡസ്ട്രിയും ബാധിച്ചായിരുന്നു. അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കോവിഡ് വന്നപ്പം ശരിക്കും ഭയങ്കരമായിട്ട് ഡൗൺ. മാർക്കറ്റും എല്ലാ ബിസിനസ്സുകളും ഒരുവിധം എല്ലാവരും പൊട്ടിപ്പോയി. എല്ലാവരും അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മാർക്കറ്റിംഗ് ആയാലും സെയിൽസ് ആയാലും പുറത്തിറങ്ങി 10 പേരെ കണ്ടാലല്ലേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ അന്ന് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും വൈൻഡ് അപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നു. ഒരു എന്താ പറയാ, നമ്മൾ ആഗ്രഹിച്ച് കേറി വന്നിട്ട് ഒറ്റയടിക്ക് അവിടുന്ന് താഴെ വീണെന്ന് പറഞ്ഞാൽ പക്ക ബ്രോക്ക്, ഒന്നുമില്ല കയ്യിൽ. പക്ഷെ ഇതിനു മുമ്പ് വരെ ഞാൻ സിംഗിൾ ആയിരുന്നു. ഇപ്പൊ ഞാൻ മിങ്കിൾ ഐ മീൻ ഭാര്യയുണ്ട്, ഫാമിലി ആയി, ഉത്തരവാദിത്തങ്ങളായി, എല്ലാം ആയി. അപ്പൊ എങ്ങനെ ഇത് ബാഗ് ശരിക്കും പറഞ്ഞാൽ അടുത്തത് എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പൊ ആ ടൈമിലാണ് ശരിക്കും സോഷ്യൽ മീഡിയ ലൈഫിലേക്ക് ഞാൻ വരുന്നത്. അതായത് അപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ ഹിറ്റായി, ഒരുവിധം കേരളത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആയി. അപ്പം എനിക്കും ഭയങ്കരമായിട്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ കപ്പാസിറ്റി, എൻ്റെ സ്കിൽസ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗം സോഷ്യൽ മീഡിയ ആണെന്ന് തോന്നിയപ്പം ഞാൻ അപ്പം തന്നെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ അയച്ചു കൊടുത്തപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ കാര്യം കുറച്ചുകൂടെ നേരത്തെ ആവായിരുന്നു ഈ തീരുമാനം എന്നാണ്. കാരണം അവിടെ ഓൾറെഡി ഭയങ്കര ഹിറ്റായി യൂട്യൂബ് എന്നൊക്കെ. കോവിഡിന്റെ സമയത്ത് ഒരുപാട് പേര് ഉയർന്നു വന്നല്ലോ. ഭയങ്കരമായിട്ട് ഞാൻ കോവിഡ് കഴിഞ്ഞിട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവരും പക്ഷെ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്തിട്ട് വലിയ കാര്യമില്ലടാ, ഓൾറെഡി അങ്ങ് ഇൻഫ്ലുവൻസേഴ്സ് ആയിന്ന. പക്ഷെ ഞാൻ എന്തിനെ പറ്റിയും ബാക്ക് സ്റ്റഡി നടത്തും. ഞാനിപ്പോൾ ഈ യൂട്യൂബിനെ പറ്റിയും കേരളത്തിലും ഇന്ത്യയിലും യൂട്യൂബിന്റെ വളർച്ചയെ പറ്റിയും ബാക്ക് സ്റ്റഡി നടത്തിയപ്പം 1% വളർച്ച പോലും ഇതുവരെ ആയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് നമുക്ക് പറ്റത്തില്ല? അപ്പൊ ഇത് ആർക്കും അറിയത്തില്ല. അപ്പൊ നമ്മള് മെയിൻ തിങ് എന്തോന്നറിയോ, നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യത്തിനെ പറ്റി അഭിപ്രായം ചോദിക്കാൻ ഇറങ്ങുമ്പോൾ ആൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്ന ഒരാളായിരിക്കും. ഇപ്പൊ മീൻ കച്ചവടം ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ബീഫ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അയാളുടെ അടുത്ത് മീനെ പറ്റി ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ള കാര്യം അയാൾ പറഞ്ഞു തരും. അപ്പൊ അയാളുടെ അടുത്ത് പോയിട്ട് ചേട്ടാ ഞാൻ ബെൻസ് എടുക്കണോ അതോ മാരുതി എടുക്കണോ എന്ന് ചോദിച്ചാൽ അയാൾ എന്ത് പറയും? അയാൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയും ബെൻസ് എടുക്കണ്ട, ബെൻസ് ഭയങ്കര വിലയാണ്, മാരുതി എടുത്താന്ന് പറയും. ബെൻസ് എടുക്കാൻ കാശുള്ളവൻ ബെൻസ് തന്നെ എടുക്കണം, അല്ലേ? ആ അഭിപ്രായം ചോദിക്കാതിരിക്കുക അറിയാത്തവരോട്, അത്രേ ഉള്ളൂ. ആ സമയത്ത് BMW ബെൻസോ യൂസ് ചെയ്യുന്ന ഒരു കൂട്ടാൻ്റെ അടുത്ത് പോയിട്ട് അളയാ BMW ബെൻസോ എടുക്കണമെന്ന് വെച്ചാൽ അവൻ പക്കയായിട്ട് പറഞ്ഞു തരും. എടാ BMW ആണ് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന ഗുണങ്ങളുണ്ട്, ബെൻസ് ആണ് ഇന്ന. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഒരു രണ്ട് വർഷം എടുത്തു എനിക്ക് അതിലൊന്ന് ബേസ് ആവാനായിട്ട്. 2 വർഷം കൊണ്ട് ഒരു 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊല്ലത്ത് ആദ്യത്തെ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുന്നത് ഞങ്ങൾക്കായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അത്യാവശ്യം ഷോർട്സ് ആണ്, വ്ളോഗ് അല്ല. അത്യാവശ്യം ഇൻകൊക്കെ കയറി വന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം എന്നുവെച്ചാൽ എനിക്ക് എന്താ പറയാ, ഈ അഭിനയിച്ച് ചുമ്മാ ഇങ്ങനെ പാട്ട് മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് അഭിനയിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം. അതെ, സംസാരിക്കണം. ഇപ്പൊ നമ്മൾ ഈ ഇന്ററാക്ട് ചെയ്യുന്ന പോലെ സംസാരിക്കണം ആളുകളോട്. അപ്പൊ ഞാൻ ആ പേജിൽ തന്നെ ഞങ്ങൾ പബ്ലിക്കിൽ പോയി വീഡിയോസ് ഇടാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, അഡ്വഞ്ചർ പാർക്കിൽ ഞാൻ ചെയ്യാത്ത വീഡിയോ ഇല്ല. ഞാൻ ഒരു 10-20 വീഡിയോ ചെയ്തു, പബ്ലിക് കണ്ടന്റ്, റീച്ച് ഇല്ല. അതിൽ കയറുന്നതേ ഇല്ല. കാരണം അത് വേറൊരു അൽഗോരിതത്തിൽ അങ്ങ് സെറ്റ് ആയി പോയി. ഇനി നമ്മൾ എത്ര ചെയ്താലും ഓൺ വോയിസ് അതിനകത്ത് ക്ലിക്ക് ആവത്തില്ല. അങ്ങനെയാണ് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ എങ്ങനെ തുടങ്ങും? അപ്പൊ ഞാൻ സജഷൻ ചോദിക്കുന്നത് ഡോൾസിന്റെ അടുത്താണ്. ഡോൾസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വൈഫാണ്, ശില്പ എന്നാണ് പേര്. പക്ഷെ ഞാൻ ഡോൾസ് എന്നാണ് വിളിക്കണേ. ഡോൾസിന്റെ ഫുൾ ഫോം അറിയോ? അല്ല. അപ്പൊ അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന കമന്റ് കേട്ടോ. ഇല്ലില്ല, പറഞ്ഞിട്ടില്ല. ഡോൾസിന്റെ ഫുൾ ഫോം അറിയാവുന്ന ഒരു കമന്റ് ചെയ്യാൻ സ്പെഷ്യൽ ഗിഫ്റ്റ്. ഡോൾ എന്ന് പറഞ്ഞാൽ പാവക്കുട്ടി, പക്ഷെ അതല്ല. ഡോൾസിന് വേറെ അർത്ഥമുണ്ട്. ഞാനായിട്ടിട്ട പേര് ഞാനായിട്ട് അർത്ഥം കണ്ടുപിടിച്ചിട്ടുണ്ട്. പോട്ടെ, നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഓക്കെ. അപ്പൊ പുള്ളിക്കാരി അടുത്ത് ഞാനിങ്ങനെ പേജ് തുടങ്ങുന്നതിനെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞ് ഒറ്റയ്ക്ക് ഇറങ്ങണം, ഒറ്റയ്ക്ക് ഇറങ്ങി ചെയ്യണം. എനിക്ക് അവൾ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത് മനസ്സിൽ തോന്നുന്നു അതങ്ങ് ചെയ്യും, എന്നെ കൊണ്ട് പറ്റും. ഭയങ്കര മോട്ടിവേഷൻ അവള്. അപ്പോൾ എന്താ പറയാ, ഞാൻ ഇറങ്ങി. എൻ്റെ കയ്യിൽ 1 രൂപ ഇല്ലെങ്കിലും എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിലും ഒരേപോലെ എൻ്റെ കൂടെ നിൽക്കുന്ന 2 പേരാണ്. ഒന്ന് എൻ്റെ ഭാര്യയും, ഒന്ന് എൻ്റെ അമ്മയും.
ഇവർ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കും എൻ്റെ കൂടെ. അതിൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ അങ്ങനെ തന്നെ നിൽക്കും. അതായത് കട്ടയ്ക്ക് സപ്പോർട്ട് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ലൈഫിൽ ഒന്നുമില്ലാത്തതിൽ നിന്ന് ഞാൻ സക്സസ് ആയി എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം എൻ്റെ മോനെ കൊണ്ട് പറ്റും, എൻ്റെ മോൻ ചെയ്യും. ആദ്യമൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അച്ഛനായാലും അമ്മയായാലും എന്നെ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. എടാ നീ ഏറ്റവും വലിയ മണ്ടത്തരോ കാണിക്കുന്നത്, നിന്റെ ലൈഫിൽ നീ പഠിച്ച കാര്യമാണ് നീ ചെയ്യാൻ, ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതിലൂടെ നമ്മൾ വന്നിട്ടില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര അപ്പം വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഞാൻ തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ട് എനിക്ക്. സോഷ്യൽ മീഡിയ അല്ല, അതിന് മുമ്പ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ സക്സസ് ആയി പ്രൂവ് ചെയ്തവർക്ക് കാണിച്ചു കൊടുത്ത്, അപ്പൊ അവർക്ക് മനസ്സിലാവും എൻ്റെ മോൻ പറഞ്ഞത് അവൻ ചെയ്ത് കാണിച്ച്. ഒരു വട്ടം നമ്മൾ പ്രൂവ് ചെയ്താണ്ടല്ലോ, പിന്നെ നമ്മൾ എത്ര വട്ടം തോറ്റാലും ഇവർ പറയും നീ കയറി വരും, നീ ചെയ്തോളാൻ പറയും. ആ ഒരു സപ്പോർട്ട് ഇന്നും എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്കുണ്ട്. അപ്പൊ എൻ്റെ ഡോൾസ് പറഞ്ഞതനുസരിച്ച് ഞാൻ തീരുമാനിച്ചു ഒരു ചാനൽ തുടങ്ങണം. അങ്ങനെ ഞാൻ ഒരു 2 മാസം ആലോചിച്ചിട്ടാണ് ഈ വ്ളോഗ് സ്റ്റാർ വിഷ്ണു എന്ന് പറഞ്ഞ പേര് ഞാൻ കണ്ടുപിടിക്കണം. അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ പേര്. ആളുകൾ ഒരിക്കലും മറക്കാത്തൊരു പേര് വേണം എന്നുള്ളത്. ആദ്യത്തെ കണ്ടന്റ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് പോലും അറിയത്തില്ല. ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്വന്തമായിട്ട് ക്യാമറ മേടിച്ചു. അന്ന് വലിയ പൈസ ഒന്നും ഇല്ല കേട്ടോ, എല്ലാം ലോണൊക്കെ എടുത്തിട്ടാണ് മേടിച്ചത്. അപ്പോൾ ആ ലോൺ ഇന്നും അടയ്ക്കത്തട്ടോ തോന്നുന്നു. ക്യാമറ മേടിച്ചു, ഒരു ക്യാമറമാൻ അപ്പോയിന്റ് ചെയ്തു, ഒരു എഡിറ്ററിനെ, എല്ലാം സാലറിയിടാം എല്ലാവരും. ഒരു വ്ലോഗ് തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങുന്നതിന് മുമ്പ്, ഈ വ്ളോഗ് സ്റ്റാർ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതെല്ലാം ചെയ്തു. എല്ലാം ചെയ്തിട്ട് പ്രൊഫഷണൽ ആയിട്ട്, അതായത് ഓൾറെഡി എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു കപ്പിൾ പേജ് തുടങ്ങിയിട്ട്. ഇത് എനിക്ക് വേറെ ലെവലാക്കണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് കണ്ടന്റ് ഫുൾ പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരാളെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യണ്ട. ഇവന് എൻ്റെ ഏറ്റവും വലിയ ഹാർഡ് കോർ ആയിട്ടുള്ള എൻ്റെ അമ്മയുടെ ഡോൾസിനെയും കൊണ്ടുപോലും ഞാൻ എൻ്റെ പുതിയ ചാനൽ ഫോളോ ചെയ്യിപ്പിച്ചില്ല. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ പോയി റാൻഡം ആയിട്ട് ഒരാളെ കണ്ടുപിടിച്ച് അയാളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് അയാളെ എൻ്റെ ഫസ്റ്റ് ഫോളോവർ ആക്കണം. ആ കുട്ടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പെൺകുട്ടിയായിരുന്നു കേട്ടോ. ഞാൻ കുറേ പേരുടെ തപ്പിയിട്ടാണ് ഒരു കണ്ടന്റ് വഴി ആ കുട്ടിയെ കണ്ടുപിടിച്ചിട്ട് അൺലിമിറ്റഡ് ഫുഡ് മേടിച്ചു കൊടുത്തു. ആ കുട്ടി എന്തൊക്കെ ഫുഡ് വേണമെന്ന് പറഞ്ഞാലും ഞാൻ മേടിച്ചു കൊടുത്തു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ. അങ്ങനെ ഒരു 12 വീഡിയോകളാണ് ഞാൻ യൂട്യൂബിൽ ചെയ്ത്. ഒരു റീച്ചേ ഇല്ല. ഒരു വർഷം കടന്നു പോയത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ റീച്ചില്ല, നമുക്ക് ഇങ്ങോട്ട് ഇൻകം ഇല്ല, ആഡുകൾ വേണ്ട, മീൻസ് ആഡുകളൊന്നും വരുന്നില്ല. കാരണം റീച്ചില്ലെങ്കിൽ ആഡ് ഇല്ലല്ലോ. പക്ഷെ നമുക്ക് വീഡിയോക്ക് ക്വാളിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരു വർഷമായിട്ട് നമ്മൾ സാലറി കൊടുത്തോണ്ടേ ഇരിക്കുക. പിള്ളേർക്ക് സാലറി കൊടുക്കുന്നുണ്ട്, കൈനിട്ട് കൊടുക്കുക. നമ്മുടെ ഓൾറെഡി ഉള്ള ഇൻകത്തിൽ നിന്നാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. അല്ല, ഓൾറെഡി എനിക്ക് റണ്ണിങ് ചാനൽ ഉണ്ട്, കപ്പിൾ ചാനൽ റണ്ണിങ് ഉണ്ട്, അതിൽ നിന്ന് ഇൻകം ഉണ്ട്. അതെ, അപ്പം അതിന്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകളും ഉണ്ട് എനിക്ക് ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള. അങ്ങനെ അറ്റ് എ പോയിന്റിൽ ആ ചാനൽ ഡെഡായി. ഏതാ എൻ്റെ ഫസ്റ്റ് ചാനൽ ഡെഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഒരു നിമിഷം അതിന്റെ റിവ്യൂസ് എല്ലാം ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ യൂട്യൂബുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത്, അപ്പോൾ അവർ ഇതിന്റെ ബാക്ക് എൻഡ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ചാനലിന് ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് പ്രശ്നമില്ല, കോണ്ടന്റ് നല്ലതാണ്, പക്ഷെ വ്യൂ ഇല്ല. ശരിക്കും അത് അവരുടെ പ്രോബ്ലമാണ്, അതായത് യൂട്യൂബിന്റെ ബാക്ക് എൻഡ് പ്രോബ്ലം. അപ്പോൾ അവർക്ക് അത് സോൾവ് ചെയ്യാൻ, ഇന്ന് സോൾവ് ചെയ്യാൻ, നാളെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു 6 മാസം അങ്ങ് നീണ്ടുപോയി. അപ്പൊ നമുക്ക് ഇത്രയും നാളും വന്നുകൊണ്ടിരുന്ന ഒരു കൺസിസ്റ്റന്റ് ഇൻകം ഒരു നിമിഷം കൊണ്ട് കട്ടായി. പ്ലസ് നമുക്ക് റണ്ണിങ് ഒരു വേറെ ബിസിനസ് ഉണ്ട്, എല്ലാം റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മൊത്തത്തിൽ സാഡായി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യമായി പോയി ലൈഫിൽ. അങ്ങനെ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന പലരും, ഇപ്പം എൻ്റെ ബ്രദർ ആയാലും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങോട്ട് വലിയ ചാൻസ് ഇല്ല, ഇങ്ങനെ നോക്കണ്ട, എന്തെങ്കിലും കൂടെ പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഭയങ്കര പാടായിരിക്കും എന്ന് പറഞ്ഞു. കാരണം പൈസ വേണമല്ലോ ലൈഫിൽ. അന്നേരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവസാനമായി ഡോൾസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്, എടി എന്ത് വേണം, എനിക്ക് വേറെ ഒന്നിനും പോകാൻ മൈൻഡില്ല, എൻ്റെ മൈൻഡ് ഫുള്ള് ഇപ്പോൾ ഇതിനകത്ത്. കാരണം ഞാൻ എന്നെ വ്ളോഗ് സ്റ്റാർ ആയിട്ട് പ്രസന്റ് ചെയ്ത് പോയി പബ്ലിക്കിനെ, എനിക്ക് വ്ളോഗ് സ്റ്റാർ ആയേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്ത് തോന്നുന്നു ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് വ്ളോഗ് സ്റ്റാർ 2.0 എന്ന് പറയുന്നത് ഞാൻ പബ്ലിക്കിൽ പിസ്സ കൊടുക്കാനായിട്ട് ഇറങ്ങണം. മനസ്സിലായി? പക്ഷെ അത് നമ്മൾ ഹിറ്റ് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ട്രാവലാണ് ഇന്നിപ്പം ഈ ഒരു വിഷ്ണുവിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു 3ാമത്തെ ചാനലാണ് ഇതല്ലേ? രണ്ടാമത്തെ ചാനലാണ്. അപ്പൊ ആദ്യം ബിസിനസ് പൊട്ടി, അതിനുശേഷം പിന്നെയും ബിസിനസ്സുകളൊക്കെ ചെയ്തു, അതും വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല. അതിനുശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങി, അതും ഡൗൺ ആയി. പിന്നെ അടുത്തതാണ് ഒരു യൂട്യൂബ് ചാനൽ. ഒരുപാട് അങ്ങനെ വീണിട്ടാണ് വന്നത്. തീർച്ചയായിട്ടും കുറെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബിസിനസ്സിൽ നടന്ന ഒരു ഫെയിലിയറും ഞാൻ തോൽവിയായിട്ട് കണക്കാക്കുന്നതേ ഇല്ല. ബിസിനസ്സിൽ നമ്മൾ തോക്കുമ്പോൾ അതിനെ എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടാൽ മതി. എക്സ്പീരിയൻസ്, അതായത് അടുത്ത കാര്യത്തിലേക്ക് പോകുമ്പം ഇതിൽ നടന്നതല്ല എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടങ്ങ് പോയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അങ്ങനെ ആവുമല്ലോ. കാരണം ഇപ്പം മക്കളായാലും ഇപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും നമ്മൾ വിജയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഹാപ്പി ആവും. അത് ഓഫ് കോഴ്സ് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. 100 രൂപ കയ്യിൽ എടുക്കാനില്ലാത്ത ഒരു അവസ്ഥ ലൈഫിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. പെട്രോൾ അടിക്കാൻ 100 രൂപ ഇല്ലാത്ത ലൈഫ്. ആസ് എൻ എഞ്ചിനീയർ എന്നെ ഈ കൊല്ലത്ത് വെച്ചിട്ട് പോലീസ് കൈ കാണിച്ചിട്ട്
ഹെൽമെറ്റ് ഉണ്ട്, പക്ഷെ എൻ്റെ ബുള്ളറ്റിൽ ഗ്ലാസ് ഇല്ല. അപ്പോൾ സൈഡ് മിറർ ഇല്ലാത്തതുകൊണ്ട് 100 രൂപ അടച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പം ആ 100 രൂപ എടുക്കാനില്ലാതെ വണ്ടി അവിടെ ഒതുക്കി ഫുട്പാത്തിൽ സൈഡിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നീ എക്സിക്യൂട്ടീവ് ആണ്, ഫുൾ എക്സിക്യൂട്ടീവ്. അന്ന് ഞാൻ ഡ്രസ്സ് ചെയ്യും ഭയങ്കരമായിട്ട്. അപ്പം എടാ നീ വർക്ക് ചെയ്യുമല്ലേ? പോലീസുകാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ വർക്ക് ചെയ്യുമല്ലേ? ഞാൻ പറഞ്ഞു അതെ. എഞ്ചിനീയർ അല്ലേ? അതെ. നിന്റെ 100 രൂപ ഇല്ലേ? ഇല്ല. മാസാവസാനോ പൈസ ഇല്ല. ആ അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. എഞ്ചിനീയർമാർക്ക് മാത്രമല്ല, ഇന്ന് പഠിച്ചിറങ്ങുന്ന ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ജോലി ചെയ്യാം, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അത് സംരംഭകനാണ്. അപ്പം അത് ചൂസ് ചെയ്യേണ്ട അവരാണ്. അവരുടെ ലൈഫിൽ ഏറ്റവും കംഫോർട്ട് എന്താണോ, അതിപ്പോൾ ജോലിക്ക് പോകുന്നതാണ് കംഫോർട്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ജോബ് സെലക്ട് ചെയ്യുക. അവർ ചെയ്യുന്ന ജോബിന് നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്ന, അവർ വളരുമ്പോൾ, അതായത് ആ കമ്പനി വളരുമ്പോൾ അവരും വളരുമെന്ന് ഉറപ്പുള്ള ഒരു പൊസിഷൻ ചൂസ് ചെയ്യുക. ഇതല്ല ഇപ്പോൾ എല്ലാവർക്കും ബിസിനസ്സുകാരാവാൻ പറ്റുമോ? പറ്റത്തില്ല. എല്ലാവർക്കും ആ മൈൻഡും ഇല്ല. ബിസിനസ് ഭയങ്കര പാടാണ്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും, ഒരു ബിസിനസ്സിന് ഇറങ്ങിയ 5 അല്ല, ചിലപ്പോൾ 10 അല്ല, ചിലപ്പോൾ 15 കൊല്ലം എടുക്കും ബിസിനസ് സക്സസ് ആവാൻ. പക്ഷെ ആ 15 കൊല്ലവും അതിനുവേണ്ടി കാത്തിരുന്ന് അതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്ത് എത്ര കഷ്ടപ്പെട്ടാലും അവിടെ എത്തുമെന്ന് ആ മൈൻഡ് സെറ്റ് ഉള്ളവർ ബിസിനസ്സിൽ ഇറങ്ങി തിരിക്കുക. പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, അക്കാഡമിക്സ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ നിങ്ങളുടെ കുഞ്ഞിനൊരു ടാലൻ്റ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ മക്കൾക്ക് ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ, അത് ഡാൻസിലായിരിക്കാം, പാട്ടിലായിരിക്കാം, അവരുടെ സംസാരമായിരിക്കാം, ആ ടാലൻറ്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ മോക്ക് ഇന്ന് ഞാൻ ഒരിക്കലും, എനിക്കൊരു മോളാണ്, പുള്ളിക്കാരിക്ക് ഇപ്പം 4 വയസ്സ്. ഓക്കെ, അഡ്വിക, ലാൻഡ്ര അഡ്വിക വിഷ്ണു എന്നാണ് ഫുൾ നെയിം. വിഷ്ണു. ഓക്കെ, അതെ, വെറൈറ്റി നെയിം. അപ്പോൾ അതിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ പേരൊക്കെ ഇട്ടതിൽ നമ്മൾ കുറേയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ്, കുറേ ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് പേരൊക്കെ ഇട്ടത്. ഇപ്പം ലാൻഡ്ര എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലയൺ വുമൺ എന്നാണ് ആ ലയൺ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവളായാൽ പോലും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ പിന്നാലെ പോകാൻ പറയും. എന്തായിക്കോട്ടെ. ഇപ്പോൾ പുള്ളിക്കാരിയുടെ പ്രോഗ്രസ് കാർഡ് ഞാൻ ഇന്നലെ സൈൻ ചെയ്തതേ ഉള്ളൂ. അതായത് LKG-ലാണ് നമുക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ A+, എന്ന് കിടക്കുമ്പം ഇന്നത്തെ പ്രോഗ്രസ് കാർഡല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ടൈം ഉണ്ടായിരുന്നു, എൻ്റെ പ്രോഗ്രസ് കാർഡ് എൻ്റെ അച്ഛനും അമ്മയും കാണിക്കാൻ ഞാൻ പേടിച്ച് 6-7 ദിവസം എൻ്റെ ബാഗിൽ തന്നെ ഒളിച്ചു വെച്ചൊരു കാലഘട്ടം വിഷ്ണുവിനുണ്ടായിരുന്നു. മനസ്സിലായി? അതിൽ നിന്ന് എൻ്റെ മോടെ പ്രോഗ്രസ് കാർഡ് എൻ്റെ കൈ കിട്ടുമ്പം എൻ്റെ മോക്ക് ഒരു പേടിയും പേടിക്കണ്ട. അവൾ ഇനി തോറ്റാലും എനിക്ക് കുഴപ്പമില്ല. മനസ്സിലായി? അവൾ ട്രൈ ചെയ്യണം, പിന്നോട്ട് മാറരുത്. അവർ ട്രൈ ചെയ്യണം. അവൾ തോറ്റാലും കുഴപ്പമില്ല, പക്ഷെ അവള് ജയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടായിരിക്കും. എല്ലാത്തിനും A+ വാങ്ങണമെന്നൊന്നുമില്ല. എന്തിന്? ഞാൻ ഇപ്പോഴും പറയുന്നു, പഠിക്കുന്ന എന്തിനാണെന്നറിയോ? കിടിലൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സംസാരിക്കാനുള്ള കപ്പാസിറ്റി, നോളജ്, ഇതെല്ലാം ഉണ്ടാവണം. അത്രേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അത് പഠിച്ചാലേ കിട്ടത്തുള്ളൂ. പഠിക്കണം, നല്ല വിദ്യാഭ്യാസം വേണം. പഠിക്കണ സ്കൂളും കോളേജും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് പഠിച്ചേ? മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ ഇപ്പൊ? ഇല്ലല്ലോ. ഏതെങ്കിലും ബുക്കിൽ പഠിച്ച കാര്യമാണോ ഇന്ന് ചെയ്യുന്നത്? അല്ല. അത്രേ അത് പഠിപ്പിച്ചൊന്നുമല്ല ജേർണലിസത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഞാൻ ഒരു ജോലിക്ക് കയറിയപ്പം പഠിച്ചതൊന്നും അല്ല എനിക്ക് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത്രേ ഉള്ളൂ. പഠിക്കുന്നത് അന്നേരം നമ്മൾ പാസ്സാവാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ ലോ അനുസരിച്ച് പരീക്ഷ പാസ്സായേ പറ്റത്തുള്ളൂ. എന്നാലും നമ്മുടെ കപ്പാസിറ്റി, ടാലന്റ് വരും. നമ്മുടെ എന്താണോ നമുക്ക് ഉള്ളിലുള്ള കഴിവ് അതിനെ നമ്മൾ ചേസ് ചെയ്ത് പോവുക. അത്രേ ഉള്ളൂ. ശരിക്കും അതുപോലെ തന്നെ പിന്തുണ നൽകാൻ അങ്ങനെ ഒരു പാർട്ട്ണറും വേണം. ശരിക്കും അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ടായതല്ലേ ലൈഫിൽ ഏറ്റവും വലിയ. ഇന്ന് പലർക്കും ഇല്ലാതെ പോകുന്നത് അതാണ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ. ശരിക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ള പാർട്ട്ണറെ കിട്ടിയാൽ എന്താ തോന്നുന്നത്? പാർട്ട്ണറിനെ അതും നമുക്ക് ലൈഫിൽ നിന്ന് കിട്ടിയതാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ലവ് മാരേജ് ആണ്. അപ്പം കോളേജിൽ വെച്ചാണ് പുള്ളിക്കാരി ആദ്യമായിട്ട് മീറ്റ് ചെയ്യണേ. ഷി വാസ് മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ആദ്യം. അപ്പം എല്ലാ ആമ്പിള്ളേരെയും പോലെ തന്നെ എനിക്ക് ഒരുപാട് പെമ്പിള്ളേരുമായിട്ട് കമ്പനി ഉണ്ടായിരുന്നു. അതായത് ഗേൾ ഫ്രണ്ട്സ് ആയിരുന്നു കൂടുതലും. ഭയങ്കര കമ്പനിയാണ് ഞാൻ എല്ലാവരുമായിട്ടും. അപ്പൊ അതുപോലെ ഒരു ഫ്രണ്ടായിട്ടാണ് ഡോൾസും വരണേ. പരിചയപ്പെട്ടു, ഭയങ്കര എന്താ പറയാ ഇന്റിമേറ്റ് ആയി. അല്ല, അവള് ഹൃദയം കവർന്നു. അങ്ങനെയൊന്നും അല്ല. എനിക്ക് തോന്നി എന്താണെന്നറിയോ, ഇതുപോലൊരു കൊച്ചിനെ എനിക്ക് ജീവിതത്തിൽ കിട്ടത്തില്ല. ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അത് അവൾ അത്ര ഇന്നസെന്റ് ആണ്. അന്ന് ഞാൻ അവളെ പരിചയപ്പെട്ടപ്പോൾ അവൾ അത്ര ഇന്നസെന്റ് ആണ്. അവൾ അങ്ങ് ഭയങ്കര ഓപ്പൺ ആയിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുക. അപ്പം കൂടുതൽ പേരും ഒളിച്ചു വെച്ച് ഫേക്ക് അടിച്ച് നിൽക്കുന്ന കാലഘട്ടത്തിൽ അത്രയും നല്ലൊരു ഫ്രണ്ടായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടപ്പം എനിക്ക് തോന്നി ഷീ ഈസ് ദ ബെസ്റ്റ് ഫോർ മീ. ഞാൻ പ്രപ്പോസ് ചെയ്തു. ആദ്യം കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം പുള്ളിക്കാരി വീട്ടിൽ ഇങ്ങനെ നമ്മളെ പോലെയല്ല. ആമ്പിള്ളേരെന്ന് പറയുമ്പോഴത്തേക്ക് അടിച്ച് പൊളിച്ച് നടക്കണ പയ്യന്മാര്. നമ്മൾ വൈകിട്ട് പുറത്ത് പോവുക, രാത്രി തിരിച്ചു വരിക, അമ്മയുടെ അച്ഛൻ്റെയും ചീത്ത. ഇവരങ്ങനല്ല, ഇവരെ ഡീസെന്റ് ആയിട്ട് അടക്കം ഒതുക്കമായിട്ട് വളർത്തി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ
എല്ലാം തരണം ചെയ്ത് എത്ര വർഷത്തെ പ്രണയമായിരുന്നു? 9 years. ഡിഗ്രി പഠിക്കുമ്പോഴായിരുന്നു അല്ലേ? കോളേജിൽ കയറുന്ന ടൈമിൽ 8-9 വർഷത്തോളം പ്രണയിച്ചിട്ടാണ് വിവാഹം ചെയ്തത്. പിന്നെ നമ്മൾ വളച്ചിടുമല്ലോ. അതെ. അപ്പൊ ഇപ്പൊ ശരിക്കും കല്യാണം കഴിഞ്ഞിട്ടായാലും പെൺകുട്ടികള് പ്രപ്പോസലുമായിട്ടൊക്കെ വരാറുണ്ടോ? പ്രപ്പോസൽസ് അല്ല കമ്മിറ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ പബ്ലിക്കിലൊക്കെ പോയി നിൽക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കൂടുതൽ ചില സ്ഥലങ്ങളിൽ ഒരുപാട് പേര് നമ്മളെ കവറപ്പ് ചെയ്ത് സെൽഫീസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കുട്ടികളൊന്നും ചോദിക്കാറുണ്ട്, ചേട്ടാ കമ്മിറ്റഡ് ആണോ എന്ന്. അതെ, അടുത്ത് വന്നിട്ട് അപ്പൊ ഞാൻ പറയും കമ്മിറ്റഡ് അല്ല, മാരീഡ് ആണെന്ന് പറയും. അപ്പൊ ഒരു ദേവിയെ പറഞ്ഞിട്ട് അങ്ങനെ അതൊന്നും നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമില്ല. അല്ല പക്ഷെ മിൻഷ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മിൻഷ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു അതായത് എങ്ങനെയുണ്ട് എന്റെ ഇതൊക്കെയെന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. മിൻഷയ്ക്ക് ഇത് എവിടുന്ന് കിട്ടി? ഇത് അല്ല ഈ സൗന്ദര്യം എവിടുന്ന് കിട്ടി പറയൂ. കണ്ണൂരുകാർക്കെല്ലാം ഉണ്ടോ? ഉണ്ട്. ക്യാമറമാൻ കവതറ ചിരിക്കണോടാ. സൗന്ദര്യം ഇല്ലേ എനിക്ക്? ഉണ്ട്. എവരിവൺ ഈസ് ബ്യൂട്ടിഫുൾ. ബിൻഷ സുന്ദരിയാണ്. ബിൻഷയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബിൻഷയുടെ ബിൻഷ അടിപൊളിയാണ്. അതായത് ബിൻഷയുടെ സംസാരമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതെ, ഭയങ്കര ക്യൂട്ട് സംസാരമാണ്. അതെ ശരിക്കും ശരി. തമാശ എന്ന് പറഞ്ഞാൽ എല്ലാരും പറയുന്ന കാര്യം തന്നെ. എന്ത് സുന്ദരിയാണെന്നോ? സുന്ദരി നല്ല സംസാരം കൊള്ളാന്ന്. സുന്ദരിയാന്ന് പറഞ്ഞിട്ടില്ലേ? സുന്ദരിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നു, വ്ളോഗ് സ്റ്റാർ വിഷ്ണു പറഞ്ഞിരിക്കുന്നു. അവളൊരു പ്രപ്പോസൽ ഒക്കെ ആയിട്ട് വരാറ്. എല്ലാരും ഒന്ന് പ്രപ്പോസ് ചെയ്യണേ ഗൈസ്. ബിൻഷയുടെ ID എല്ലാരും നോക്കിയിട്ട് എല്ലാരും ഒരു ഐ ലവ് യു, ഇതിന്റെ താഴെ ഐ ലവ് യു ബിൻഷ എന്ന് എല്ലാരും കമന്റ് ചെയ്യണം. ബിൻഷയ്ക്ക് എത്ര പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ട്? കൊറേ ആളാ തേച്ചിട്ടുണ്ടത്. പഠിക്കുന്ന സമയത്ത് ബിൻഷയുടെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ കോഴിത്തരം കാണിക്കുന്ന ആമ്പിള്ളേരുടെ പേര് കോഴി. വിഷ്ണു. അതിനിപ്പോ ഇവിടെ പറഞ്ഞത് വിഷ്ണു അഖില് രണ്ടും കണക്കാ. എല്ലാം ഏറ്റുവാകാനായിട്ട് ഞങ്ങളുടെ ജീവിതം ബാക്കിയല്ലേ? അത് അഖിലെന്ന് പറഞ്ഞാൽ എനിക്ക് കലിയുള്ള പേരാണ്. വിഷ്ണു രണ്ടുപേരും. വിഷ്ണു പക്ഷെ പാവല്ലേ, ഇത്ര നേരം ഭഗവാന്റെ പേരാണ്, അതുകൊണ്ട് മാത്രം എനിക്ക് ആ പേരിനോട് അത്ര പേര്. എന്നോട് എന്തെങ്കിലും തോന്നി എത്ര നേരം നിന്നിട്ട്? പാവല്ലേ ഞാൻ? വിഷ്ണുവിനോട് സത്യം പറഞ്ഞ പറയൂ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ആണോ? സംസാരം. താങ്ക് യു. പക്ഷെ കല്യാണം കഴിഞ്ഞു, എന്ത് ചെയ്യാനാ? അതെ, കല്യാണം കഴിഞ്ഞു. എന്നാലും വെറുതെ. പക്ഷെ ബിൻഷ തന്നെ സമ്മതിച്ചിരിക്കുന്നു ഞാൻ ഒരുപാട് പേരെ തേച്ചിട്ടുണ്ടെന്നാണോ? ഇതിന്റെ ഹെഡ്ലൈൻ എന്തോന്നറിയോ ചേട്ടാ? ഇന്റർവ്യൂവിനെ തിരിച്ച് ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നു വ്ളോഗ് സ്റ്റാർ വിഷ്ണു. തേച്ചെന്ന് അങ്ങനെ തേച്ചവൻ എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ട് വന്നായിരുന്നു. അപ്പൊ എന്നെ ഇനി സ്വീകരിക്കണം. എന്നെ ഇല്ലേ കൊറേ തപ്പിട്ട് കണ്ടില്ല, ഞാൻ എല്ലാത്തൊന്നും ബ്ലോക്ക് ആക്കിയതാ. അപ്പൊ ഞാൻ എന്റെ നമ്പർ ഒന്നും മാറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് അതല്ല എന്താ അറിയില്ല, എല്ലാത്തൊന്നും ബ്ലോക്ക് ആക്കി എങ്ങനെ കാണാനാ. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വൈറലായപ്പോഴേ എന്റെ ID തപ്പി പിടിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചതാ. മനഃപൂർവ്വം തേച്ചാണോ? അല്ല, അവൻ അത്ര ശരിയല്ല. അപ്പൊ തേക്കണം. അവന് വേറെ ഉദ്ദേശം. മൊത്തത്തിൽ ഈ തേപ്പിനെ പറ്റി എന്താ അഭിപ്രായം? തേപ്പെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ആണല്ലേ? അത് അങ്ങോട്ട് കൊടുക്കാൻ നല്ല രസമാണ്, ഇങ്ങോട്ട് വാങ്ങുമ്പോ അതൊരു വേദനയാണ്. കിട്ടിയിട്ടുണ്ടോ? ഒരു വട്ടം. അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാള് ഒരു ദിവസം പെട്ടെന്ന് ഒരു നിമിഷം അങ്ങ് തേക്കുക, ഇതിനെ എങ്ങനെ റിക്കവർ ചെയ്യും? അയ്യോ, അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പക്ഷെ എത്ര തേച്ചാലും കുറച്ചൊക്കെ കരഞ്ഞു പിന്നെ പോയി ഭക്ഷണം കഴിച്ചാൽ ഓക്കെയോ? ഭക്ഷണമാണ്, ഭക്ഷണം വിട്ടൊരു കളിയില്ല. അത് എത്ര ഡിപ്രഷൻ ആയാലും തിന്നാൻ എന്തെങ്കിലും കിട്ടിയാൽ എത്രയായാലും തിന്നുക. മനസ്സറിഞ്ഞ് തിന്നുമ്പോ നമുക്ക് അതൊക്കെ അങ്ങ് മറക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് പോയി കരയാ, അപ്പൊ അങ്ങ് തീർന്നു. അപ്പൊ അതെല്ലാരും ഈ പാടൊന്ന് പഠിക്കുക. അങ്ങനെ ഇന്റർവ്യൂറിനെ തിരിച്ച് ഞാൻ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നേ. അപ്പൊ ഈ ചാനല് ബിലിഷ മാറ്റിട്ട് എന്നെ ജോലി കിടക്കണം കേട്ടോ. എനിക്ക് വേറെ ചെറിയ തുച്ഛമായ ശമ്പളം തന്നാ മതി. ഓക്കെ, ഞാൻ റെഡിയാക്കാം. ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യം എന്താണ്? ആരെയും വിശ്വസിക്കാൻ, കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റൂല്ലോ? ആരെയും വിശ്വസിക്കരുത്. ലൈഫിൽ ഒരാളെയും വിശ്വസിക്കരുത്. ലൈഫിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് നമ്മൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് നമ്മളെയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടതും നമ്മളെയാണ്. അപ്പൊ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വരും. ഇപ്പൊ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, എന്നിട്ട് ഇറങ്ങിത്തിരിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ഞാൻ കഴിഞ്ഞ എൻ്റെ സ്പീച്ചിനും പറഞ്ഞ കാര്യമാണ്, എന്നെ ആര് കണ്ടാലും പറയുന്ന കാര്യമാണ്, തോക്കാൻ പേടിയുണ്ടാവരുത്. തോക്കാൻ ഇഷ്ടപ്പെടണം. തോറ്റ് മുന്നോട്ട് പോകണം. ഒരു ദിവസം വരും, ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക.
ആ ഡേയിൽ നമ്മൾ എവരി ഡോഗ് ഹാസ് എ ഡേ. അടിപൊളി. എവരി ഡോഗ് ഹാസ് എ ഡേ. ഡോഗ് ഏറ്റവും നല്ല മൃഗം. അതെ അല്ലേ? വിഷ്ണു ഡോഗാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ല അങ്ങനല്ല, ഞാൻ അങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞു വരുന്നില്ല. അല്ല, എവരി ഡോഗ് ഹാസ് എ ഡേ. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്, എല്ലാ പോലീസുകാരനും ഒരു ദിവസമുണ്ട്, അങ്ങനെ പറയുന്ന പോലെ വിഷ്ണുവിനെ പോലെ എനിക്ക് ഒരു ദിവസം ഉണ്ടാവും. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. എന്നെ പോലെ വിനിശയ്ക്കും എല്ലാവർക്കും സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ദിവസമുണ്ട്. പക്ഷെ അതിനുവേണ്ടി പരിശ്രമിക്കണം. വെറുതെ വീട്ടിൽ കയറി ഇരുന്നിട്ട് ദിവസം ഉണ്ടെന്ന് പറഞ്ഞാൽ ദിവസവും വരത്തില്ല, ഒരു മണ്ണാങ്കട്ടയും വരത്തില്ല. ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യും. എല്ലാം ഇങ്ങോട്ട് വരാൻ. ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ ഓക്കെ ഫൈൻ. അത് ചെയ്താ വരും എന്നാ പറയുന്നത്. ആര് ഇതാരാ മറ്റേ ശൂർപ്പണയോ അട്രാക്ഷൻ ചെയ്യേ? ആദ്യം എക്സ്റ്റേണലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ വന്നത്. അതായത് കുറച്ച് കപ്പിൾ വീഡിയോസ്, എന്റർടൈനിങ് കോമഡി വീഡിയോസ്. പക്ഷെ ഞാൻ ഇതിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഇടയ്ക്ക് ഇറങ്ങണം, ആളുകളായിട്ട് എന്റർടൈൻ ചെയ്യണം. ഇപ്പം ബിനിഷ ഇപ്പൊ എന്റർടൈൻ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഗെയിംസ് ഒക്കെ തരണം, ചലഞ്ച് ഒക്കെ തരണം, അല്ലെ എങ്ങനെങ്കിലും ഒക്കെ എന്റർടൈൻ ചെയ്യണം. അതായത് വ്ളോഗ് സ്റ്റാർ വിഷ്ണു എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ബ്രാൻഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ ഭയങ്കര സാഡ് ആയിരിക്കും, അല്ലെ ഭയങ്കര മൂഡ് ഔട്ട് ആയിരിക്കും, ചിലപ്പോൾ അയാൾ ഹാപ്പി ആയിരിക്കും, വാട്ട് എവർ. ഏതെങ്കിലും ഒരു മൂഡിലിരിക്കുന്ന ആൾ പെട്ടെന്നായിരിക്കും ഞാൻ അയാളെ മീറ്റ് ചെയ്യണം. കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് അയാളെ എന്താക്കുക, ഹാപ്പി ആക്കുക. ആ ഒരു മൊമെന്റിൽ അയാൾക്ക് കിട്ടുന്ന ആ മെമ്മറി ലൈഫ് ടൈം അയാളുടെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കണം. അതിനെയാണ് ശരിക്കും ഞാൻ വ്ളോഗ് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പബ്ലിക് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ മാത്രം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി ബെറ്റർ അല്ലേ, എന്റെ ഓരോ വീഡിയോയിലും വ്യത്യസ്തമായ ആളുകൾ വരുന്നു, അവരെ എന്റർടൈൻ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഓഡിയൻസിനും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മാത്രമല്ല സഡൻ ആയിട്ട് പോയി സ്പോട്ട് ആങ്കർ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര പാടാ. ആങ്കേഴ്സിനെ തീർച്ചയായിട്ടും അറിയാം. ഞാനും ഒരു ആങ്കറാണ്. ഇന്നൊരു ആങ്കർ വെസസ് ആങ്കർ ആണ് കേസ്. ആരാണ് ജയിക്കുക? ഇത് ഏറ്റവും അവസാനം ബിനിഷ എന്റെ അടുത്ത് പറയരുത്, കുറച്ചേരം മിണ്ടായിരിക്കണം, ഞാൻ സംസാരിച്ചോട്ടെ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുത്തരുത്. സത്യം എന്ന് വെച്ചാൽ നിർത്താതെ സംസാരിക്കും. ഞങ്ങൾ മുമ്പ് ഞാൻ ആങ്കറിങ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആങ്കറിങ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് കോ ആങ്കർ ഉണ്ടല്ലോ, ഈ കോ ആങ്കർ എന്നെ മാറ്റി നിർത്തി പറയാറുണ്ട്, എനിക്കും കൂടി ഒരു അവസരം തരുമോന്ന്. അതെന്താന്നറിയോ, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നവും. ഭയങ്കരമായിട്ട് സംസാരിക്കും. ആ സംസാരത്തിലാണ് എല്ലാരെയും വീഴ്ത്തുന്നത് അല്ലേ? അപ്പൊ ഫൈനലി താങ്ക് യു സോ മച്ച് എവരി വൺ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് ഇന്നിപ്പോ ഈ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഇനി ഉണ്ടാവണം. എന്റെ സ്നേഹം എല്ലാവർക്കും.